ഈ പ്രദേശത്ത് ഈ തടാകങ്ങളെല്ലാം ഒരു കാലത്ത് അഗ്നിപർവ്വതങ്ങളായിരുന്നു. അഗ്നിപർവ്വതങ്ങളുടെ മുഖമാണത്. അതായത് അഗ്നിപർവ്വതം പൊട്ടി ഒഴുകിയതിന് ശേഷം അതിൻ്റെ ഒരു കുഴി ഉണ്ടാവുമല്ലോ നടുഭാഗത്ത്. ആ കുഴിയുടെ വക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ക്രേറ്റർ എന്ന് പറയുന്ന കുഴിയാണ് താഴെ ജലം നിറഞ്ഞ് കിടക്കുന്ന തടാകമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഓരങ്ങളിൽ ഈ തടാകത്തിലെ ജലത്തിൻ്റെ തീരത്ത് കരയോട് ചേർന്ന ഭാഗത്ത് ഇങ്ങനെ കള്ളി തിരിച്ചിരിക്കുന്നത് കാണാം. അതായത് കണ്ടത്തിനൊക്കെ വരമ്പ് വെച്ചേക്കുന്നത് പോലെ. അതെന്താ സംഭവം എന്നറിയോ? അവിടെ ഉപ്പ് വാറ്റുന്നതാണ്, ഉപ്പ് കുറുക്കിയെടുക്കുന്നതാണ്. ഈ തടാകത്തിലെ വെള്ളം നല്ല ഉപ്പാണ്. അതായത് അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ലവണങ്ങളുള്ള എന്തൊക്കെയോ പദാർത്ഥങ്ങളായിരിക്കണം ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് മണ്ണിനടിയിൽ, ഈ പറഞ്ഞ തടാകത്തിനടിയിൽ. അതുകൊണ്ട് തന്നെ നല്ല ഉപ്പാണ്. നൂറ്റാണ്ടുകളായിട്ട് ഈ കാറ്റ്വേ തടാകത്തിൽ നിന്നാണ് ഉപ്പ് ശുദ്ധീകരിച്ചെടുത്ത് അയൽനാടുകളിലേക്ക് വരെ കൊണ്ടുവരുന്നത്. നാട്ടുകാർ ഇതിനെ ഉപ്പിൻ്റെ അളങ്ങളുണ്ടാക്കി ഉപ്പ് കുറുക്കി എടുത്ത് കൊണ്ടുവന്ന് വിൽക്കും. ഈ സായിപ്പ് അത് ചുരുങ്ങിയ വിലയ്ക്ക് വാങ്ങി മറ്റു രാജ്യങ്ങളിലേക്ക് വലിയ വിലയ്ക്ക് കയറ്റി